നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. ഇന്ന് IPL-ൽ ചെന്നൈ സൂപ്പർ കിങ്സും മുംബൈ ഇന്ത്യൻസും തമ്മിലാണ് കളി. IPL-ൽ IPL-ലെ എൽ ക്ലാസിക്കോ എന്നറിയപ്പെടുന്ന മത്സരം ഈ ടൂർണമെൻറ്റിൽ ഈ സീസണിൽ നേരത്തെ ഒരു തവണ ഇരു ടീമുകൾ ഏറ്റുമുട്ടിയിരുന്നു. അന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് വളരെ നല്ല നിലയിൽ വിജയിച്ചു. അന്ന് നമ്മുടെ സ്വന്തം സഞ്ജു സാംസൺ സെഞ്ചുറി അടിച്ചു. മുംബൈ ഇന്ത്യൻസ് ദയനീയമായി തോറ്റു ആ കളിയിൽ. അന്നത്തെ കളിയിൽ നിന്ന് ഇന്നത്തെ കളിയിലേക്ക് എത്തുമ്പോൾ ഈ ടൂർണമെൻറ്റിലെ രണ്ടാമത്തെ എൽ ക്ലാസിക്കോ നടക്കുമ്പോഴേക്കും രണ്ട് ടീമുകളുടെ അവസ്ഥ പരിതാപകരമാണ് എന്നതാണ് ഒരു പൊതുവായിട്ടുള്ള ഒരു കാര്യം. ഇരു ടീമുകളും ചെന്നൈ സൂപ്പർ കിങ്സ് പോയിൻറ്റ്സ് ടേബിളിൽ 7ാമതാണ്, മുംബൈ ഇന്ത്യൻസ് 9ാമതാണ്. 8 കളികൾ രണ്ട് ടീമുകൾ കളിച്ചു. ചെന്നൈ 3 ജയിച്ചു, മുംബൈ 2 ജയിച്ചു. അതായത് ചെന്നൈ 5 തോറ്റു, മുംബൈ 6 തോറ്റു. ഈ നിലയിലാണ് പോകുന്നതെങ്കിൽ, ഈ ഫോം ഗൈഡിലാണ് പോകുന്നതെങ്കിൽ ഇരു ടീമുകളും പ്ലേ ഓഫിലെത്തില്ല, അത് ഉറപ്പാണ്. ഇന്നത്തെ കളി കഴിയുന്നതോടുകൂടി മുംബൈയാണ് തോൽക്കുന്നതെങ്കിൽ മുംബൈയുടെ കാര്യങ്ങളിലൊക്കെ ഏതാണ്ടൊരു തീരുമാനമാവും. ചെന്നൈ ജയിക്കുകയാണെങ്കിൽ ചെന്നൈക്ക് കുറച്ചും കൂടി ഒരു പ്രതീക്ഷ വെക്കാം, അത്രേ ഉള്ളൂ. പക്ഷേ നിലവിലെ ഫോമിൻ്റെ അവസ്ഥയിൽ മാത്രമല്ല, പോയിൻറ്റ്സ് ടേബിൾ ടോപ്പിൽ നിൽക്കുന്ന ടീമുകൾ വെച്ച് നോക്കുമ്പോൾ, അവരുടെ ഫോം വെച്ച് നോക്കുമ്പോൾ ബുദ്ധിമുട്ടാണ് ഇനി ചെന്നൈക്കാണെങ്കിലും മുംബൈക്കാണെങ്കിലും. എങ്കിലും എന്തെങ്കിലുമൊക്കെ മിറാക്കിളുകൾ, അത്ഭുതങ്ങൾ സംഭവിക്കും എന്ന് പ്രതീക്ഷിച്ചാൽ തന്നെ ഇന്നത്തെ കളിയിൽ ചെന്നൈ ജയിച്ചാൽ ചെന്നൈക്ക് കൂടുതൽ സാധ്യത, മുംബൈ ജയിച്ചാൽ മുംബൈക്ക് പ്രതീക്ഷ വെച്ച് പുലർത്താം എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇരു ടീമുകളുടെയും നിലവിലെ ഫോമിൻ്റെ അവസ്ഥയിൽ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ നിരന്തരം കഴിഞ്ഞ ഒരു മാസത്തിലധികമായി കളി കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മൾ ഇതിനേക്കാൾ മികച്ച 4 ടീമുകൾ പ്ലേ ഓഫിലെത്താൻ പാകത്തിൽ നിൽക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. മുംബൈ ആയാലും ചെന്നൈ ആയാലും ദയനീയമായ കളിയാണ് കളിക്കുന്നത്. അവർ രണ്ട് ടീമിൻ്റെയും ക്യാപ്റ്റന്മാർ വളരെ ദയനീയമാണ്. ഹാർദിക് പാണ്ഡ്യ മുംബൈ ഇന്ത്യൻസിനെ നയിക്കുന്നതിലായാലും ഋതുരാജ് ഗെയ്ക്വാദ് ചെന്നൈയെ നയിക്കുന്നതിലായാലും രണ്ട് പേരും ദയനീയമായി പരാജയപ്പെട്ടു ഈ IPL-ൽ എന്ന് പറയാതെ വയ്യ. രണ്ട് മോശം ക്യാപ്റ്റന്മാർ നയിക്കുന്ന രണ്ട് ടീമുകളാണ് ഇന്ന് എൽ ക്ലാസിക്കോയിൽ ഏറ്റുമുട്ടുന്നത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷ, കളിയോട് വലിയ എത്രത്തോളം ആരാധകർക്കുണ്ടാവും. ഈ ടീമുകളുടെ ആരാധകർ അത് കളി കണ്ടുകൊണ്ടിരിക്കാം. മലയാളികൾ പ്രത്യേകിച്ചും ചെന്നൈയിൽ സഞ്ജു ഉള്ളത് കൊണ്ട്, സഞ്ജു കളിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും മലയാളികളും കളി കാണുന്നുണ്ടാവും. മലയാളികളിലും നല്ലൊരു ശതമാനം മുംബൈ ഇന്ത്യൻസിൻ്റെ ആരാധകരുണ്ട്. അപ്പോൾ അവരും കളി കാണുന്നുണ്ടാകുമെന്നത് ഉറപ്പാണ്.